നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ പ്രഹ്ലാദ ചരിതമെന്ന 24ാമത്തെ ദശകത്തിലെ 3ാമത്തെ ശ്ലോകം. ശിഖരണീയ വൃത്തത്തിലാണ് ഈ ശ്ലോകം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയമുള്ള പ്രേക്ഷക, ശ്ലോകം ശ്രദ്ധിക്കുക. നിഹന്തും ത്വാം ഭൂയസ്ഥവ പദമവാപ്തസ്യ ച റിപോഃ ബഹിർദൃഷ്ടേരന്തർദദിഥ ഹൃദയേ സൂക്ഷ്മവപുഷാ നദന്നുച്ചൈഃ തത്രാപ്യഖിലഭുവനാന്തേ ച മൃഗയൻ ഭിയായാദം മത്വാ സ ഖലു ജിതകാശീ നിവവൃതേ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. നിഹന്തും ത്വാം ഭൂയഃ തവ പദം അവാപ്തസ്യ ച റിപോഃ ബഹിഃ ദൃഷ്ടേ അന്തർദദിഥ ഹൃദയേ സൂക്ഷ്മവപുഷാ നദൻ ഉച്ചൈഃ തത്ര അപി അഖിലഭുവനാന്തേ ച മൃഗയൻ ഭിയ യാദം മത്വാ സ ഖലു ജിതകാശി നിവവൃതേ. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ത്വാം നിഹന്തും ഭൂയഃ തവ പദം അവാപ്തസ്യ റിപോഃ ബഹിഃ ദൃഷ്ടേ ഹൃദയേ സൂക്ഷ്മവപുഷാ അന്തർദദിഥ തത്ര അപി ഉച്ചൈഃ നദൻ അഖിലഭുവനാന്തേ ച മൃഗയൻ അപി ഭിയ യാദം മത്വാ സഹ ജിതകാശി നിവവൃതേ ഖലു. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. അങ്ങയെ കൊല്ലാനായി വൈകുണ്ഠത്തിലെത്തിയ ജ്ഞാനശൂന്യനായ ആ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ സൂക്ഷ്മ ശരീരം കൊണ്ട് അങ്ങ് മറഞ്ഞിരുന്നു. ഇതൊന്നും മനസ്സിലാക്കാതെ അസുരൻ ഹിരണ്യകശിപു വൈകുണ്ഠലോകത്തിൽ അലറി വിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് എവിടെ മഹാവിഷ്ണു എന്ന് ഉറക്കെ ആക്രോശിച്ചുകൊണ്ട് അങ്ങയെ കാണാതായപ്പോൾ താൻ യുദ്ധത്തിൽ വിജയിച്ചു എന്നും അങ്ങ് ഭയന്നോടിയതാണെന്നും ധരിച്ച് മടങ്ങി വരികയും ചെയ്തു എന്ന് സാരം. നമസ്തേ.